കിരീടം അഴിച്ചു വെച്ച് മുടി കെട്ടിവെച്ച് മഹാബാഹുക്കൾ വീശി നെഞ്ചിലും തുടയിലും അടിച്ച് ജരാസന്ധൻ എഴുന്നേറ്റ് യുദ്ധസന്നദ്ധനായി നിന്നു. യുദ്ധം ഒരു ആഘോഷമായിരുന്നു. എനിക്കയാളോട് ആരാധന തോന്നി, മനസ്സിൽ വണങ്ങണമെന്നും തോന്നി. പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്, മുഴുവൻ വിസ്തരിച്ച് പറയൂ. ക്ഷീണിതനായി കിടക്കുന്ന ദ്രൗപദിയുടെ അലസഭാവം മറ്റൊരു അലങ്കാര വസ്ത്രം പോലെ ഉയർന്നു വീഴുന്നത് ഞാൻ കണ്ടു. എൻ്റെ ശയ്യാഗ്രഹത്തിൽ ദ്രൗപദിയുടെ ആദ്യ രാത്രി കടന്നു വന്നപ്പോൾ മുതൽ മുഖത്ത് പാരവശ്യമായിരുന്നു. എൻ്റെ പരുക്കൻ കൈകൾ പിടിച്ചപ്പോൾ അപേക്ഷയോടെ ദൈന്യത്തോടെ എന്നെ നോക്കി അകന്നു മാറി. എന്നെ വേദനിപ്പിക്കരുതേ എന്ന് കണ്ണുകൾ കെഞ്ചുന്നത് പോലെ തോന്നി. പതുക്കെ ക്ഷമിക്കാൻ ഞാൻ എന്നെ തന്നെ ശാസിച്ചു. പതുക്കെ, വളരെ പതുക്കെ, കനിവോടെ മനസ്സിലെ കാട്ടാളിനോട് ഞാൻ കൽപ്പിച്ചു. പതുക്കെ. അതെ, മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന മഹാബാഹുവായ ഭീമസേനന്റെ രണ്ടാം ഊഴം എന്ന കഥയുടെ 11ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവൾ എൻ്റെ കൈകൾ മാറ്റി വീണ്ടും ക്ഷീണത്തോടെ പറഞ്ഞു, അരുതേ, യുദ്ധത്തിൻ്റെ കഥ പറയൂ ആദ്യം. ഞാൻ ആരംഭിച്ചു. വൈഹാരം, വരാഹം, വൃക്ഷം, ഋഷിപർവ്വതം, ചൈതകം എന്നീ 5 മലകൾക്ക് നടുവിലാണ് മാഗധം. കൊട്ടാര മതിൽക്കെട്ടിന് പുറത്ത് പച്ചൊറ്റക്കാടിൽ കോട്ടവാതിൽ കടന്നാൽ ഭക്ഷണം മുതൽക്ക് പൂമാലകളും സുഗന്ധദ്രവ്യങ്ങളും വരെ വിൽക്കുന്ന വാണിഭവങ്ങൾ. ഞാൻ നിർത്തി. നെയ്യൊഴിക്കാൻ മറന്ന ചുരുത് അണഞ്ഞു കഴിഞ്ഞിരുന്നു. ഭിത്തിയുടെ മുകളിലെ കിളിവാതിലിലൂടെ പൗർണമിയുടെ പ്രകാശമകത്ത്. 24 മാസങ്ങൾക്ക് ശേഷം എത്തിയ കാർത്തിക പൗർണമി. ഭാഗ്യവതിയാണ് താനെന്ന് മുഖവരയോടെയാണ് ദ്രൗപദി ശയ്യാഗ്രഹത്തിൽ വന്നെന്നെ വന്നിച്ചത്. ദാസിമാർ പോയപ്പോൾ ദ്രൗപദി പറഞ്ഞു, സംസാരിച്ചിരുന്ന് മനം കുളിർപ്പിക്കേണ്ടതാണ് ഈ രാത്രി. പറയൂ, ജതുഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറയൂ. വാരണാവർത്തം കഴിഞ്ഞപ്പോൾ ദ്രൗപദിയുടെ ആലസ്യം വർദ്ധിച്ചു. നിർത്തിയപ്പോൾ വീണ്ടും പറഞ്ഞു, പറയൂ, ഗദായുദ്ധങ്ങളുടെ കഥ പറയൂ. ദ്രൗപദി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ജരാസന്ധൻ്റെ കഥ തുടർന്നു. ആനത്തോലുകൊണ്ടുണ്ടാക്കിയ 3 പെരുമ്പറങ്ങൾ കോട്ടവാതിക്കൽ തൂക്കിയിരുന്നു. അതിൽ ഘോഷമുണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കടന്നത്. അത് കൃഷ്ണന്റെ നിർദ്ദേശമായിരുന്നു. ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെട്ടു വരുന്നവരെ എന്നും ജരാസന്ധൻ ഹൃദ്യമായി സ്വീകരിച്ചിട്ടേയുള്ളൂ. ദ്വന്ദ്വയുദ്ധം ജരാസന്ധൻ്റെ നിത്യവിനോദമായിരുന്നു. പോരിൽ തോറ്റ രാജാക്കന്മാരെ കരകാരങ്ങളായി മാറ്റിയ ഗുഹകളിലേക്ക് അയക്കുന്നു. അവിടെ പിന്നീട് ബലി കൊടുക്കുന്നു. മരണം യാചിച്ചെത്തിയവരെ പോലെ വാണിഭ സ്ഥലത്ത് ആളുകൾ ഞങ്ങളെ നോക്കി. കാവൽ ഭടന്മാർ അടുത്തു വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സവർണരെ ബലി കൊടുക്കുന്ന ഒരു സവർണൻ, അധമൻ, ഇവിടെ നാട് വാഴുന്നെന്ന് കേട്ടു. അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിനാണ് ഞങ്ങൾ വരുന്നത്. അവജ്ഞയായിരുന്നു അപ്പോൾ ഭടജനങ്ങളുടെ മുഖത്ത്. യജ്ഞശാലയിലേക്കാണ് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോയത്. വിശിഷ്ടാദികൾക്ക് പീഡനം. ഭക്ഷണ തളികകൾ നിരത്താൻ തുടങ്ങിയപ്പോൾ അർജുനൻ നിരസിച്ചു. കൃഷ്ണൻ വീണ്ടും സേവന്മാരെ ഓർമ്മിച്ചു, ഞങ്ങൾ യുദ്ധത്തിന് വന്നവരാണ്. സൽക്കാരത്തിന് മേൽനോട്ടം വഹിക്കുന്ന വൃദ്ധനായ സവിജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവസാനത്തെ അത്താഴം ഇവിടെയാണ് പതിവ്, വരുന്നവർക്ക്. സേവകന്മാർ ചിരി ഒതുക്കി. വിശ്രമിക്കുകയായിരുന്ന ഞങ്ങൾ മുമ്പിൽ അർദ്ധരാത്രിക്കാണ് ജരാസന്ധൻ വന്നത്. വല്യച്ഛൻ ധൃതരാഷ്ട്രോളം വലിയ ശരീരം, നകുത്തനത്തോളം വലിപ്പമുള്ള കൈകൾ. അദ്ദേഹം ഞങ്ങളെ വന്ദിച്ചു. ഞങ്ങൾ പ്രതിബന്ധനം ചെയ്തു. ദ്വന്ദ്വയുദ്ധം തരാൻ എപ്പോഴും സന്തോഷം. അദ്ദേഹം പ്രസന്നഭാവത്തിൽ ഞങ്ങളെ നോക്കി. പക്ഷേ നിങ്ങളാരും എൻ്റെ ശത്രുക്കളല്ല. ഞാൻ നിങ്ങളോട് ദ്രോഹം ചെയ്തു ഓർക്കുന്നുമില്ല. ക്ഷത്രിയരെ യജ്ഞപശുക്കളാക്കിയതുകൊണ്ട് താങ്കൾ വധ്യനാണല്ലോ, കൃഷ്ണൻ പറഞ്ഞു. നരബലി നടത്തുന്നതെങ്കിലും ജരാസന്ധൻ നിയമങ്ങൾ പാലിക്കും. ദ്വന്ദ്വയുദ്ധത്തിനെത്തിയവരെ അയാൾ വെറുതെ തടവുകാരാക്കില്ല. ശാന്തനായിരിക്കുന്ന ജരാസന്ധനെ ഞാൻ ബഹുമാനപൂർവ്വം നോക്കി. തൻ്റെ അസാധാരണമായ കരബലത്തിൽ തികച്ചും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ശാന്തനാവാം. എതിരാളികളോട് ആചാരോപചാരങ്ങൾക്ക് കാട്ടാം. നിങ്ങൾ ആരാണ്? എതിരാളികളുമായി പരിചയപ്പെടാനാണല്ലോ ആദ്യത്തെ ചടങ്ങ്. അർജുനെ പറ്റിയാണ് കൃഷ്ണൻ ആദ്യം പറഞ്ഞത്. പിന്നെ എൻ്റെ വിജയങ്ങളെപ്പറ്റി പറഞ്ഞു. ദ്രുപദ സദസ്സിലെ വെല്ലുവിളി ഞാൻ ഒറ്റയ്ക്ക് ജയിച്ച ഒരു മഹായുദ്ധം പോലെ വിവരിച്ചു. സേനാശ രാജാവിൻ്റെ വൻപടയിൽ ഒറ്റത്തിൽ ജയിച്ച കന്യകയെ കൊണ്ടുപോകുന്നവനാണെന്നും പറഞ്ഞു. എന്തുകൊണ്ടോ ഹിഡുംബവധം പറഞ്ഞില്ല. അവസാനിപ്പിച്ചു കൃഷ്ണൻ. ഇനി ഞാൻ യാദവ വംശത്തിലെ ബലരാമൻ്റെ സഹോദരൻ കൃഷ്ണൻ. അപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ഓർമ്മിക്കാത്തതിന് ക്ഷമിക്കണം. അന്ന് വെറും കുമാരനായിരുന്നല്ലോ. പിന്നെ തോറ്റോടുമ്പോൾ പിന്മുറം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുവരെയുള്ള ശാന്തഭാവം പെട്ടെന്ന് മാറി. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു, ദ്വന്ദ്വയുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ. പതിവ് പൂജകൾ, ഹോമാദികൾ പെരുമ്പറയടിച്ച് നഗരവാസികളെ അറിയിച്ചോളൂ. എന്നിട്ട് ഞങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ആരാണ് ആദ്യം പൊരുതുന്നത്?
താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. ജരാസന്ധൻ ചിരിച്ചു. ഇവിടെ കൃഷ്ണനും പ്രവചിച്ച പോലെ തന്നെ സംഭവിച്ചു. അല്പം കരുത്തുള്ള ഒരു എതിരാളിയാണെങ്കിൽ കാഴ്ചക്കാർ നിരാശപ്പെടും. മല്ലന്റെ ശരീരഘടന ഈ യുവാവിനുണ്ട്. ഭീമസേനൻ തന്നെ ആവട്ടെ. ജരാസന്ധന് യുദ്ധം സോമയാഗം പോലെ, അഗ്നിജയനം പോലെ പരിചയശുദ്ധമാണ്. ഓരോ ഘട്ടത്തിലും അയാൾ എൻ്റെ മനസ്സിൽ വളരുകയായിരുന്നു. പ്രഭാതത്തിൽ രംഗമൊരുങ്ങി. ഗോരാജനമനുസരിച്ച് പുഷ്പം ചൂടിയ ജരാസന്ധൻ ഹോമകുണ്ടത്തിന് മുമ്പിലിരുന്നു. ബ്രാഹ്മണ പുരോഹിതൻ വന്ന് സ്വസ്ഥയെണ്ണം കഴിച്ച് മുറിവിനും മോഹാലസ്യത്തിനുമുള്ള മരുന്നുകൾ കൊണ്ട് സേവകൾ നിരന്നു. കിരീടമഴിച്ച് മുടി കെട്ടിവെച്ച് ജരാസന്ധൻ എഴുന്നേറ്റു. ഇപ്പോൾ ദ്രൗപദിക്ക് ആലസ്യമില്ല. കണ്ണുകൾ വൈഡൂര്യക്കല്ലുകൾ പോലെ തിളങ്ങി. അവൾ എൻ്റെ തൊട്ടടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ നേർത്ത വിരലുകൾ കൈപ്പത്തിക്ക് മുകളിലൂടെ പിന്നീട് ഭുജങ്ങളിലൂടെ തഴുകിക്കൊണ്ട് കഴുത്തിലെത്തി. എൻ്റെ മുടിക്കെട്ടിൽ ചികഞ്ഞ വിരലുകൾ ഒരു പിടിയെടുത്ത് ചുരുട്ടിക്കളിച്ച് വീണ്ടും ചുമലിലൂടെ കൈത്തിലേക്ക് ഇറങ്ങി. ആവേശം ഇരമണത്ത നായാട്ട് നായകളെപ്പോലെ എൻ്റെ ശരീരത്തിലെ ചെങ്ങലക്കൂട്ടിൽ ചുരമാന്തി. നിൽക്കൂ, ആദ്യം കഥ പറഞ്ഞു തീർക്കൂ. ഞാനിത് സൂതരിൽ മുഖ്യനോട് പറഞ്ഞ് ഏറ്റവും നല്ല പാട്ടുണ്ടാക്കി സവർണവള സമ്മാനം കൊടുത്ത് നാടാകെ പാടി നടക്കാൻ പറയും. എന്നിട്ട് ഞാൻ തുടർന്നു. ആദ്യം ഞങ്ങൾ കൈ പിടിച്ചു, പിന്നെ പരസ്പരം നമിച്ചു. കൈ പൊക്കി നീട്ടിയും താഴ്ത്തിയും പഴുതു നോക്കി. പൊടുന്നനെ ആഞ്ഞെടുത്ത് ജരാസന്ധനെ തലകുനിച്ച് പിടിച്ച് ഞാൻ നേരിട്ടു. പിൻവാങ്ങിയ രാജാവ് ചുറ്റിപ്പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ഓർക്കാപ്പുറത്ത് തന്നെ ചവിട്ടി. ഇടറിത്തെറിച്ച് സമനില കിട്ടാൻ പാദമുറപ്പിക്കുമ്പോൾ അയാൾ കൈത്തണ്ട കൊണ്ട് ഞങ്ങൾ മല്ലയുദ്ധത്തിൽ പറയുന്ന ശ്വാസനാളം ചതയ്ക്കുന്നു പൂർണ്ണകുംഭം പ്രയോഗിച്ചു. വയറ്റത്തടിച്ച് പിടിപിടിച്ച് ഞാൻ തൃണപീഠത്തിൻ്റെ മുറയെടുത്തപ്പോൾ രാജാവ് മുഷ്ടി കൊണ്ട് നേരിട്ടു. അപ്പോൾ അരക്കെട്ടിലും പിന്നെ വാരിയലിലും കൈമുട്ടാൽ ആഞ്ഞടിച്ച് ഞാൻ പൂർണ്ണയോഗ മുറയിലേക്ക് ആക്രമിച്ചു. അയാൾ അലറിയപ്പോൾ അതിലും ഉച്ചത്തിൽ ഞാൻ അലറി. കാഴ്ചക്കാരൻ നിന്നോടടുത്ത് നിന്ന് ഭയം പിൻവാങ്ങിയത്ര. അമർത്തിയൊതുക്കി ശ്വാസം മുട്ടിയ രീതിയിലാണ് എന്നെ അവസാനിപ്പിക്കുവാൻ പോകുന്നതെന്ന് കണ്ട ഞാൻ കൈ അകലം വിട്ടുനിന്നു. വേഗത്തിൽ ജരാസന്ധനോടൊന്നുമില്ല. തുടക്കത്തിനെന്ന് മുഷ്ടികൾ സ്ഥാനത്തിനെത്തും മുമ്പ് മർമ്മങ്ങളിൽ എൻ്റെ താണ്ഡവങ്ങൾ വീണു. അത് തുടരും തോറും അയാളുടെ നീക്കങ്ങൾ സാവധാനത്തിലായി. അർജുനനും കൃഷ്ണനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളിടയ്ക്ക് ആകെ വാരി പിടിക്കുവാൻ കൊടുങ്കാറ്റ് പോലെ കയറി നോക്കിയപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു. കൽത്തൂണിന് മൂന്നിലേക്ക് എന്നെ മാറ്റിക്കിട്ടാണ് അയാളുടെ അടവുകളെന്ന് ഞാൻ മനസ്സിലാക്കി. യാമങ്ങൾ കഴിഞ്ഞു. ദ്വന്ദ്വയുദ്ധം ഉത്സവം പോലെയല്ലെന്ന് ജരാസന്ധന് തോന്നിത്തുടങ്ങിയിരുന്നു. ബലിവേദിയിലെ രൂപങ്ങൾ മരിച്ച ക്ഷത്രിയ വീരന്മാരുടെ കുരുദേവതകൾ എന്നെ കൈകൾക്ക് കരുത്തു കൂട്ടിയെന്ന് ഞാനിപ്പോൾ കരുതുന്നേ ഉള്ളൂ. പ്രായം കൊണ്ട് എന്നെ 4 ഇരട്ടിയെങ്കിലും വരുന്ന ഈ മഹാബലന്റെ ശക്തി എന്നെ അമ്പരിപ്പിച്ചു. തളരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ആരോ എനിക്ക് കരുത്തു തന്നു. കൽത്തൂണിൻ്റെ മുമ്പിലെന്ന് കിട്ടുകയാണ് ആവശ്യം. അട്ടഹസി ചാഞ്ഞെടുത്ത് ശരീരത്തിൻ്റെ ശക്തി മുഴുവനും കൊണ്ട് വാരിയെടുത്ത് എന്നെ കൽത്തൂണിലിടയ്ക്കിടയാനാണ് ഒരുക്കമെന്ന് ഞാൻ ഊഹിച്ചു. പറക്കുന്ന പർവ്വതം പോലെ അയാൾ ഉയർന്നു വന്ന് എന്നെ തൊന്നപ്പോൾ ഞാൻ ഇടം കൈ വിരിച്ച് വീണു. അല്ല, വീഴുന്ന വേഗത്തിലിരുന്നു. തൂണിൽ തലയടിക്കാതിരിക്കാൻ കൈ നീട്ടി. ഒരു കാൽ മാത്രം നിലത്തു നിർത്തി ജരാസന്ധൻ നിന്നപ്പോൾ കാൽമുട്ടുകൾ രണ്ടും കെട്ടിപ്പിടിച്ച് പൊക്കി. ഉയർന്ന വലം ചുമലിലൂടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചെറിഞ്ഞു. അലറിക്കൊണ്ട് മുഖമിടിച്ച് വീണ അയാളുടെ പുറത്തേക്ക് എടുത്തു ചാടിയതുകൊണ്ട് കാൽമുട്ടുകൾ രണ്ടും നട്ടലിൽ ഒരുമിച്ച് വീഴുവാൻ സൗകര്യത്തിലായിരുന്നു. നട്ടലിൻ്റെ കണ്ണിപ്പൊടി കരയുന്നത് ഞാൻ അറിഞ്ഞു. മുടി പിടിച്ച് മുഖം വളച്ചു മറിച്ചപ്പോൾ ചോര. എവിടെ നിന്നോ വായിലൂടെ ഒരു കൂടം ചോര. പിന്നെ എനിക്ക് ഓർമ്മയില്ല. സത്യം, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അലറിയിരുന്നു അത്രേ. കണ്ട നാളം തകർന്ന് ചോരയിൽ അയാളുടെ കൈകൾ പിടഞ്ഞിരുന്നു. നട്ടല് വീണ്ടും തകർന്നപ്പോൾ ചലനങ്ങൾ നിലച്ചു. പിന്നെയും ഞാൻ അലറിയെന്ന് അർജുനൻ പറഞ്ഞു. അർദ്ധബോധാവസ്ഥയിൽ എഴുന്നേറ്റ് തന്നെ താങ്ങിയെത്തിയ അർജുനൻ കൈതട്ടി മാറ്റി ഞാൻ മണ്ഡപത്തിന് പുറത്തേക്ക് നടന്നു. എൻ്റെ ദേഹം രക്തത്തിൽ കുതിർന്നിരുന്നു. ജരാസന്ധൻ്റെ രക്തം. ദ്രൗപദിയുടെ കിതയ്ക്കുന്ന മുഖം എൻ്റെ മുമ്പിൽ. അവൾ അർദ്ധബോധാവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഒരു മയമില്ലാതെ വളരുന്ന എൻ്റെ ശ്മശ്മക്കളിൽ കൂർത്ത പല്ലുകൾ താഴ്ന്നു. ആലസ്യം പൂണ്ട് ഉദാസീനായി കിടന്നപ്പോൾ ദ്രൗപദി എവിടെ? എന്നെ ഒരു ചുഴലിക്കാറ്റുകൂടെ അവളുടെ ശരീരം ചുറ്റുന്നു. പല്ലുകളും നഖങ്ങളും എവിടെയൊക്കെയോ എന്നെ വേദനിപ്പിച്ചു. വേദനയല്ല, മോഹം. മോഹമല്ല, മോഹാലസ്യം. അതിൻ്റെ ശിഖരത്തിന് മുകളിലൂടെ മന്ദരപർവ്വതം കാട്ടിലെന്നുപോലെ ഗരുഡൻ്റെ നഖലിൽ നിന്നോണം അവശേഷിച്ച രാത്രി ഞാൻ പാറിപ്പറന്നു. തുടരും.